ഇത്രയും നാളും കൂട്ടിവെച്ച പൈസയൊക്കെ ആ ഗുണ്ടകൾക്ക് കൊടുത്ത് നമ്മൾ മൊത്തം കാലിയായെന്ന് പറഞ്ഞാൽ മതി. എല്ലാം ഈ സുബി കാരണോ? കണ്ടോ ചാക്കിച്ചേട്ടാ, ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടിരിക്കുന്ന ഇരിപ്പ്. അല്ല, നമ്മുടെ സുബി ആ വീട്ടിൽ പോയി വന്നതിന് ശേഷം അവൾക്ക് എന്തൊക്കെയോ മാറ്റമുണ്ടല്ലോ. ഏതോ സ്വപ്നലോകത്താ ഉള്ളേ. ആ വീട്ടിൽ ഇനി വല്ല പ്രേതവും ഭൂതവും അങ്ങാണോ ഉണ്ടോ? ഇവളെങ്ങാണോ അതിന്റെ മുന്നിൽ പെട്ടോ? പെട്ടോ സുബി? എനിക്ക് ആ വീട്ടിൽ വെച്ച് എന്റെ അമ്മേനെ കിട്ടി. എനിക്ക് എന്റെ അമ്മയെ കിട്ടി. എനിക്കറിയാം, നീ വേറെ ആരെങ്കിലും കണ്ടിട്ട് നിന്റെ അമ്മയാണെന്ന് കരുതി കാണും. അതല്ലേ എന്റെ സ്വപ്നത്തിലെ എപ്പോഴും എപ്പോഴും ഒരു അമ്മ വരാറില്ലേ? ഇത്രയും ദിവസം ആ അമ്മയുടെ മുഖം ഞാൻ കണ്ടിരുന്നേ ഇല്ല. പക്ഷേ ഇന്ന് ഞാൻ കണ്ടു. അതാരാ? ഇവരാ എന്റെ അമ്മ. ഇവള് തുടങ്ങിയേട്ടോ ഇവളുടെ പുതിയ കഥ. എടി സുബി, വാട്ട് ഈസ് ദിസ്? സുബി, അവരെങ്ങനെ നിന്റെ അമ്മയാവുന്നേ? ഞാൻ കളവ് പറഞ്ഞതല്ല, ഇവരാ എന്റെ അമ്മ. ഇവരുടെ പേര് സീതമ്മ. ഇവരെന്നെ കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ ആ സ്വപ്നം വീണ്ടും കണ്ടു. ഇത്രയും ദിവസം ആ കാണാത്തൊരു മുഖം ഇപ്പൊ ഞാൻ കണ്ടു. അത് ഇവര് തന്നെയാ, ഇവരാ. അമ്മയെ കാണാൻ നിനക്ക് എന്തൊരു ആഗ്രഹമായിരുന്നു. നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റട്ടെ. ഞാൻ എന്തായാലും കാണും. കാണാൻ കഴിയില്ല. 7 വർഷം മുമ്പ് ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്നാ ഞാൻ ഇവളെ. ഇവളുടെ മുഖം പോലും കാണാത്തൊരമ്മ ഇനി ഇവൾ അന്വേഷിച്ച് വരുവോ? അങ്ങനെ അങ്ങ് കൊഞ്ചിച്ച ഇവളെ. ഇവള് കാരണം പട്ടിണി കിടന്ന് ചാവാൻ പോകുന്നത് നമ്മളാ. നിനക്കെന്താ എപ്പോഴും പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ? പൈസ വേണമെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ നഷ്ടപ്പെട്ടവരെ എത്ര അന്വേഷിച്ചാലും കിട്ടില്ല. പക്ഷെ നമ്മുടെ സുബിക്ക് നഷ്ടപ്പെട്ടത് കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ. കാവേരി ചേച്ചി, എനിക്കറിയാം, ഇവരാ എന്റെ അമ്മ. ഇവർ എന്നെ ഉണ്ടല്ലോ സ്നേഹത്തോടെ മോളേന്ന് വിളിച്ചു. Come in. സത്യ, ഇതെന്താ ഇത്? എന്നെ അന്വേഷിച്ച് നീ എന്റെ റൂമിലോട്ട് വന്നതാണോ? എന്താ അവിടെ തന്നെ നിന്നത്? അകത്തേക്ക് വാ. What a surprise! സുഖായല്ലോ. നിന്റെ സീത തന്നെ പറഞ്ഞല്ലോ, ചെറിയച്ചാ നിങ്ങൾ എങ്ങോട്ടും പോവരുത്, ഈ വീട്ടിൽ തന്നെ നിക്കണോന്ന്. അങ്ങയുടെ ഡിസിഷൻ എന്താ? നിൽക്കുന്നു, അതോ ഈ വീട്ടിൽ നിനക്ക് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് ഫാം ഹൗസിലേക്ക് തന്നെ തിരിച്ചു പോവോ?
എന്നെ അന്വേഷിച്ച് നീ എന്റെ റൂം വരേക്കും കയറി വന്നിട്ടുണ്ടെങ്കിൽ അതെന്നോട് വഴക്കുണ്ടാക്കാനാണെന്ന് എനിക്കറിയാം. ഐ എം ഓൾസോ റെഡി. തുടങ്ങിക്കോളൂ. ഭാർഗവി, എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, എന്നോടൊന്ന് ക്ഷമിക്കേ. ഏയ്, എന്താ സത്യത്? നിന്നിപ്പിൽ ഇതുപോലെ ഇങ്ങനെ ജ്ഞാനോദയം വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമോ? ഞാൻ നിന്നെ വെല്ലുവിളിക്കാൻ പാടില്ലായിരുന്നു എന്ന ജ്ഞാനോദയം വന്നു. നിനക്കെതിരെ സംസാരിച്ചതുകൊണ്ടാ ഇത്രയും ദിവസം ഞാൻ ഫാം ഹൗസിൽ പോയി കിടക്കേണ്ടി വന്നത്. ഈ വീട്ടിൽ സംഭവിച്ച എല്ലാ പ്രശ്നത്തിനും കാരണം നീയാണെന്നാ ഞാൻ കരുതിയത്. ചേട്ടന്റെയും ചേച്ചിയുടെയും മരണത്തിന്റെ കാരണക്കാരി നീയാണെന്ന് കരുതി എനിക്ക് ഒടുക്കത്തെ ദേഷ്യമായിരുന്നു നിന്നോട്. കാണുമ്പോ ഈ കാരണം പറഞ്ഞ് നിന്നോട് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നത് സത്യം മറ്റെന്തോ ആണെന്നുള്ളതാണ്. ആ ചെറിയ സീമോൾ വരെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെ എന്തോന്നല്ലേ അല്ലേ? ഇത് വേറെ ആരോ കളിക്കുന്ന കളിയാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? സിഹി ഇനി ഇല്ല എന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒന്നാ, നിന്നെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ട്. ഇത്രയും വർഷം വെറുതെ നിന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ചേച്ചി, നിങ്ങളൊരു ദുഷ്ടമൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാർത്ഥതയും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ അതൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനോട് കാണിക്കാൻ മാത്രം ദുഷ്ടല്ല നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതേ ആംഗിളിലൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോ ചേട്ടനെയും ചേച്ചിയെയും കൊന്നത് നിങ്ങളല്ല എന്നെനിക്ക് തോന്നി. ഇത്രയും നാള് ഞാൻ ഉണ്ടാക്കിയ എല്ലാ വഴക്കിനും പറഞ്ഞ ചീത്തയ്ക്കും എല്ലാ തെറ്റിനും ചേർത്ത് മാപ്പ് അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം, പ്ലീസ്. ഇത് സത്യമായിട്ട് നിനക്കുണ്ടായ മാറ്റമാണോ സത്യ? നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എക്സ്ക്യൂസ് മീ, ഈ സത്യമായിട്ടും ചേഞ്ച് ആയിട്ടുണ്ടോ എന്നാണോ ആലോചിക്കുന്നത്? എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഈ സത്യ മാറി എന്നുള്ള കാര്യം സത്യ. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ശത്രുക്കളല്ല, ഫ്രണ്ട്സ്. ഓക്കെ അല്ലേ? എന്റെ ഭാഗത്തുനിന്ന് ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ സത്യത്? വിശ്വസിക്കാനാവുന്നില്ലല്ലോ. കുടിച്ച് തലയ്ക്ക് പിടിച്ചിട്ട് സംസാരിക്കുന്നതാണോ അതോ അവളെ പോലെ നിനക്കും വട്ടായോ? സിഹി, ഇതുവരെ നീ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഇന്നിങ്ങനെ ചെയ്തേ? അവിടെ പുറത്തെല്ലാം ഓടി കളിച്ചിട്ട് അതേപോലെ വന്ന് ബെഡ് കയറിയല്ലേ? പുതപ്പൊക്കിയില്ലേ? അതൊക്കെ വൃത്തിയേടാക്കിയില്ലേ നീ? സീതമ്മ, ഇത് വൃത്തികേടാക്കിയത് ഞാനല്ല, ആ കള്ളി വന്നിരുന്നില്ലേ അവളാ. സോറി മോളെ. വിഷമായോ നിനക്ക് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ? നീ ഇതുവരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ദേഷ്യം വന്നപ്പോ അറിയാതെ പറഞ്ഞതാ. എന്റെ മോള് മിടിക്കുക. ഇനി മേലെ ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ എന്റെ മോള്. നല്ല കുട്ടിയല്ലേ എന്റെ മോള്. സീതമ്മ, എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാനല്ല, ബെല്ലിയാ. എനിക്ക് ഒരു ഉമ്മ തരുമോ?
മരിച്ചു പോയതാണ്. അതുകൊണ്ട് ബെല്ലി ഞാനാണെന്ന് വിചാരിച്ചിരിക്കുവാണോ? ശരി സീതമ്മ, നിനക്ക് സന്തോഷാവുന്നുണ്ടെങ്കിൽ ബെല്ലിനെ തന്നെ സ്നേഹിച്ചോ. നിനക്ക് എന്നെ ആണെങ്കിൽ കാണാനും പറ്റുന്നില്ല. അതുകൊണ്ടാ നിനക്ക് ബെല്ലിനെ നിന്റെ മകളാന്ന് കരുതി സ്നേഹിച്ചോണ്ടിരിക്കുന്നെ. സ്നേഹിച്ചോ, കുഴപ്പമില്ല. സീതമ്മ, ആരാടി നീ? കള്ളി, കള്ളി, നീ കള്ളി. ഞാൻ സംസാരിച്ചതെല്ലാം ആരും ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ ഇതുവരെ ആർക്കും എന്നെ കാണാനും പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ആ പെൺകുട്ടിയെ ഞാൻ കള്ളിയെന്ന് വിളിച്ചത് അവള് കേട്ടിരുന്നോ? അതുകൊണ്ടാ അവള് ഇവിടുന്ന് പേടിച്ചോടിയത്. എന്നിട്ട് അവൾ എന്നെ അവിടുന്ന് തിരിഞ്ഞു നോക്കി. അതെങ്ങനെയാ? ഞാൻ മരിച്ചുപോയെന്ന് പറഞ്ഞാ പിന്നെ എന്നെ അവർക്ക് കാണാൻ കഴിയില്ലല്ലോ. അവളെ കാണാൻ എങ്ങനെയായിരുന്നു? അവളെ കാണാൻ എന്നെ പോലെ തന്നെ ആയിരുന്നല്ലോ. അല്ല അല്ല അല്ല, വേറെ പോലെ ആയിരുന്നു. പക്ഷെ അവൾ ആരാ? അവൾക്ക് എങ്ങനെ എന്നെ കാണാൻ പറ്റിയേ? ഒരു പക്ഷെ അവളും എന്നെ പോലെ തന്നെ. മാ, കുഞ്ഞുമാ, ആ മാ, കുഞ്ഞുമാ, അമ്മ. ആ മാ, അമ്മ. ഏയ്, എല്ലാരും ഇത് നിർത്തി ഉറങ്ങാൻ നോക്ക്. രാവിലെ നേരത്തെ എഴുന്നേക്കണം. സുബി, എഴുതി പഠിച്ചതൊക്കെ മതി, പോയി ഉറങ്ങാൻ നോക്ക്. ശരി മുത്തശ്ശ. വൈ മുത്തശ്ശ, ടുമാറോ എന്തെങ്കിലും ബിഗ് ഡീലിംഗ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേടാ നിന്നോടൊക്കെ, അമ്പലത്തിലൊരു വലിയ ഉത്സവം വരുന്നുണ്ട്. അത് നാളെയാ. ഒരു ഷോ അങ്ങ് നടത്തിയേക്കാം. ആ, റൈറ്റ് റൈറ്റ്. പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഞാനും ജാക്കി ചേട്ടനും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ, ഈ സുബിയ അമ്മ അമ്മ എന്ന് പറഞ്ഞ് എഴുതി സമയം കളഞ്ഞത്. അവളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? കയറിന്റെ മുകളിലൂടെ ഒട്ടും ബാലൻസ് തെറ്റാതെ നടക്കാൻ പറ്റുന്നവൾ അവള്. അവളെ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങള് അങ്ങനെ അങ്ങ് മയങ്ങണം. അതാ അവളുടെ പവറ്. ശരി ശരി, നാളെ അമ്പലത്തിൽ പോയെന്ന് ചോദിക്കണം. അവിടെ എവിടെയെങ്കിലും ഒരു സർക്കസ് നടത്തിക്കോട്ടെ എന്ന്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈശ്വരന്റെ കയ്യിലാ. എല്ലാരും വേഗം പോയി ഉറങ്ങാൻ നോക്ക്. സുബി, യു ഡോണ്ട് സ്ലീപ്. ജാക്കി ചേട്ടാ, മുത്തശ്ശൻ എനിക്ക് അമ്മ എന്ന് എഴുതാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് സീതമ്മ എന്ന് എഴുതാൻ പഠിക്കണം. പഠിപ്പിച്ചു തരുമോ? സുബി, ടുമാറോ ടീച്ചിങ്. ഓക്കെ, ഗുഡ് നൈറ്റ്. കുട്ടിലിംഗം, നിനക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയോ? ഓ, എനിക്ക് ABCD ഒക്കെ അറിയാം. നീ എനിക്ക് സീതമ്മ എന്ന് എഴുതാനൊന്ന് പഠിപ്പിച്ചു തരുമോ? അത്രേ ഉള്ളൂ, അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് സി. സി. അമ്പിളിമാമനാണോ? അമ്പിളിമാമനെ വരച്ചു കഴിഞ്ഞാ അത് സി ആവോ? താ. താ ഇങ്ങനെയാ എഴുതുന്നേ. സീത. പിന്നെ മാ എഴുതിയ സീതമ്മ. ശരിയാണല്ലോ. താ, ഞാൻ എഴുതിക്കോളാം.
മാ കുട്ടിമാ. ഉം. സീത മാ. സീ താ മാ കുഞ്ഞിമ. സീതമ്മ. സുബി മതി നിർത്ത്, ഉറങ്ങണ്ടേ? നീ പോയി ഉറങ്ങിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം. ശരി. രാമ, ചെറിയച്ച, രാമ, എന്റെ മുമ്പിൽ സങ്കടം മറച്ചു വെക്കുന്നത് എന്തിനാടാ? ഞാൻ നിന്റെ ചെറിയച്ഛനാ രാമ. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അച്ഛനും അമ്മയും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയപ്പോ നീ അന്ന് വളരെ ചെറിയ കുട്ടിയാ. നമ്മുടെ സിഹിയില്ലേ, അവളെക്കാളും ചെറിയ കുട്ടിയായിരുന്നു രാമ. വീട്ടിലെല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നീ വീട്ടിലെവിടെങ്കിലും ഇങ്ങനെ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കും. അന്ന് നീ നിന്ന അവസ്ഥ എന്തായിരുന്നോ, സീത ഇന്ന് അതേ അവസ്ഥയിലാ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സീത ഒരു കൊച്ചു കുട്ടിയുടെ അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോ. ഒരു തരത്തിലുള്ള സങ്കടങ്ങളും അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല രാമ. അതെന്താണെന്നോ, സിഹി ഇല്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയിട്ടില്ല രാമ. ഒരു കാര്യം പറയട്ടെ രാമ, നമുക്കിപ്പോ സീത ഇങ്ങനെ പോകുന്നതാണ് നല്ലതെന്നൊക്കെ ചിലപ്പോ തോന്നുന്നുണ്ടാകും. അവളോട് സത്യം ഒരിക്കലും പറയണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മളെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലുള്ള തോന്നലാകും. നിനക്കറിയാഞ്ഞിട്ടാ. അവള് പടുത്തുണ്ടാക്കി ഈ സാങ്കല്പിക ലോകം തകർന്നു പോകാൻ ഒരു നിമിഷം മതി രാമ. ആ ലോകത്ത് അവൾ എത്ര കൂടുതൽ കാലം നിൽക്കുന്നോ അത് തകർന്നതിന് ശേഷം ഉണ്ടാകുന്ന ആഘാതവും അതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സീതയെ ആ സാങ്കല്പിക ലോകത്ത് നിന്ന് നമ്മൾ രക്ഷിക്കണം. സത്യമാണ് ചെറിയച്ച. സീതയ്ക്ക് ഓൾറെഡി ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വേഗം ഭേദമാകുന്ന വിശ്വാസം എനിക്കുണ്ട്. ഉറപ്പായിട്ടും ഭേദമാകും. അവള് സ്ട്രോങ്ങാ. അവള് നല്ല കട്ടിയുള്ള മനസ്സിന്റെ ഉടമയാ. അവൾ ഈ വിഷമത്തിൽ നിന്നെല്ലാം ഉറപ്പായിട്ടും പുറത്തു വരും രാമ. ചെറിയച്ച, ഇപ്പോ ഇത് മറ്റാരുടെങ്കിലും കാര്യമായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടേനെ. അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ മകള് സിഹിയ. സിഹി ഇല്ലാന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ചെറിയച്ച. അതാ എന്റെ ആകെയുള്ള പേടി. നീ ഇങ്ങനെ വിഷമിക്കില്ലടാ രാമ. നിന്റെ ഓർമ്മയിലേക്കായി ഞാനൊരു കാര്യം പറയാം. ദിസ് ടു ഷാൽ പാസ്. ഈ സമയം കടന്നു പോകുന്ന നീ കേട്ടിട്ടില്ലേ? മാർക്ക് മൈ വേർഡ്സ്. സീത ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വന്നിരിക്കും. ചെല്ലു രാമ, പെട്ടെന്ന് പോയി കിടന്നുറങ്ങിക്കോ. രാവിലെ നേരത്തെ തന്നെ എണീക്കണം. അമ്പലത്തിലൊക്കെ പോകാനുള്ളതല്ലേ നിനക്ക്? ചെല്ല്, പോയിക്കോ. ഗുഡ് നൈറ്റ് ചെറിയച്ച. ഗുഡ് നൈറ്റ്.
എന്തിനാ ഭഗവാനെ എന്റെ മോനെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വായ് റാം, അമ്മ പറഞ്ഞല്ലോ നാളെ അമ്പലത്തിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, സിഹിയുടെ പേര് അന്നദാനമൊക്കെ നടത്തുന്നുണ്ടെന്ന്. അതെ, പക്ഷെ നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയണമെന്ന് വിചാരിച്ചാ, പക്ഷേ നിനക്ക് വയ്യായിരുന്നല്ലോ. ആ ടെൻഷനിൽ ഞാനത് പറയാൻ വിട്ടുപോയതാ. ഇറ്റ്സ് ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ സിഹിയെ കണ്ടോ എന്ത് രസമായിട്ടാ കിടക്കുന്നേന്ന്? നിങ്ങളും കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. റാം,